അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച. കുറഞ്ഞ വിലയിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാൻ നാളെ മുതൽ സെപ്റ്റംബർ 4 വരെ കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ ഒരുങ്ങുന്നു. ജയ, കുറുവ അരി, കുത്തരി, പഞ്ചസാര, കടല, ചെറുപയർ, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, വെളിച്ചെണ്ണ തുടങ്ങിയ 13 നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ സ്വന്തമാക്കാം. ഇതിൽ 1 ലിറ്റർ വെളിച്ചെണ്ണ 349 രൂപയ്ക്കും ജയ, കുറുവ, കുത്തരി എന്നിവ 8 കിലോ 264 രൂപയ്ക്കും ലഭിക്കും. സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് കൊപ്ര ശേഖരിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വെളിച്ചെണ്ണയാണ് ഓണച്ചന്തയിൽ എത്തിക്കുക. മറ്റ് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് 10 മുതൽ 40% വരെ വിലക്കുറവുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ നടപടികളിൽ കോൺഗ്രസ് ഇന്ന് തീരുമാനമെടുക്കും. MLA സ്ഥാനത്ത് നിന്നുള്ള രാജിക്ക് പകരം സസ്പെൻഷനാണ് ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്നത്. MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും പാലക്കാട് അടിക്കടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തിരിച്ചടിയാകും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക്. ഇതോടെ രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് വിവാദങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കാനാണ് നീക്കം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ടെന്ന് നിയമോപദേശം തേടി കോൺഗ്രസ്. ഒരു ജനപ്രതിനിധി രാജിവെച്ചാൽ 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് രാജ്യത്ത് നിലവിലുള്ള വ്യവസ്ഥ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം ഇപ്പോൾ രാജിവെച്ചാൽ നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 9 മാസം മാത്രമേ ബാക്കിയുള്ളൂവെന്നും ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നിയമപരമായി സാധ്യതയില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. തനിക്ക് വിശദീകരിക്കാനുണ്ടെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിന് പറയാനുള്ളത് കേൾക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം. രാഹുലിനെ കൂടി കേട്ട ശേഷമാകും രാജിയിൽ അന്തിമ തീരുമാനം സ്വീകരിക്കുക. അതേസമയം വിഷയം വളരെ ഗൌരവതരമാണെന്നും തീരുമാനം വൈകില്ലെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയെ എതിർക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസിനുള്ളിലുണ്ട്. രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവശ്യമായി വരുമോ എന്നതാണ് ആശങ്ക. രാജി ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ, അടിസ്ഥാനപരമായി ഒരു പാർട്ടി പ്രവർത്തകനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർക്ക് താൻ കാരണം തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. തനിക്കെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ അവന്തിക എന്ന ട്രാൻസ് വുമണുമായി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സംഭാഷണവും രാഹുൽ പുറത്തുവിട്ടു. രാഹുലിനെതിരെ ആരോപണമുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് രാഹുലിനെതിരെ ഒരു ആരോപണവും ഇല്ലെന്നാണ് അവന്തിക മറുപടിയായി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടി വേണമോ വേണ്ടയോ എന്നത് കൂട്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. രാഷ്ട്രീയ കാര്യസമിതി യോഗം കൂടി ആലോചിച്ച് എടുക്കേണ്ട തീരുമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുലിന്റെ രാജ്യസാധ്യത തള്ളാതെയുള്ള പ്രതികരണമായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റേത്. മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തുന്നെന്നും അഭ്യൂഹങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും ആലോചിച്ച് ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് കൃത്യമായ സമയത്ത് കൃത്യമായ നിലപാടെടുത്തുവെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ MP. ഔദ്യോഗികമായി ഒരു പരാതി പോലും ലഭിക്കുന്നതിന് മുൻപ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇത് കോൺഗ്രസ് സ്ത്രീപക്ഷത്ത് എന്ന് തെളിയിക്കുന്ന നടപടിയായിരുന്നെന്നും ജെബി മേത്തർ MP പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പാർട്ടി നിലപാട് വൈകില്ലെന്ന് K മുരളീധരൻ. രാഹുലിനെതിരെ പരാതി ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. തുടർ നടപടി വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചതാണ്. ഇതിനുശേഷം വന്ന ശബ്ദരേഖകൾ സ്ഥിതി കൂടുതൽ ഗൌരവം ഉള്ളതാക്കിയെന്നും ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്നും കുറ്റാരോപിതനെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയർന്നുവെന്നത് സ്വാഗതാർഹമെന്ന് മന്ത്രി P. രാജീവ്.
രാഹുലിന്റെ രാജി കേരളത്തിന്റെ പൊതുവികാരം ആയി എന്നും സംരക്ഷണയിൽ വളർത്തിക്കൊണ്ടുവന്നവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ഏതെങ്കിലും ഒരു താൽക്കാലിക വേതന സംഹാരി കൊണ്ട് തീർക്കാവുന്ന കാര്യമല്ല ഇതെന്നും മന്ത്രി പി രാജീവ് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം മുൻപ് രാജിവെച്ചാൽ അത്രയും നല്ലതാണെന്നും ഇത് ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും ഉമാ തോമസ് MLA. ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും രാഹുൽ ഇതുവരെ ഒരു മാനനഷ്ട കേസ് പോലും നൽകിയിട്ടില്ലെന്നും അതിനർത്ഥം ആരോപണങ്ങളെല്ലാം ശരിയാണെന്നും ഇതൊക്കെ ചെയ്തു എന്നുമല്ലേ എന്നും ഉമാ തോമസ് പ്രതികരിച്ചു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി KC വേണുഗോപാലിന്റെ ഭാര്യ ആശയമെത്തി. സ്ത്രീകൾ ഭയന്നാണ് രാഹുലിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നതെന്നും സ്ത്രീകളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്തുമെന്ന വാർത്തകളാണ് വരുന്നതെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗികാരോപണങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ BJP. മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്നുവെന്ന് BJPയുടെ ഒഫീഷ്യൽ എക്സ് പേജിൽ കുറിച്ചു. രാഹുൽ ഗാന്ധിക്കൊപ്പമുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രം പങ്കുവച്ചാണ് BJPയുടെ പ്രചാരണം. രാഹുൽ ആൻഡ് രാഹുൽ എന്ന തലക്കെട്ടും ചിത്രത്തിന് നൽകിയിട്ടുണ്ട്. രാഹുൽ രാജിവെക്കണമെന്നും വ്യക്തികൾ ഉണ്ടാക്കുന്ന വിഴുപ്പലക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും ജോസഫ് വാഴയ്ക്കൻ. മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തെറ്റാണെങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണമെന്നും അല്ലെങ്കിൽ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണമെന്നും അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഇത് ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്കും യൂത്ത് കോൺഗ്രസിനും ഉത്തരവാദിത്തമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയിലെ ഏതെങ്കിലും ചെറുപ്പക്കാർ വരുമ്പോൾ അവരെ ഗർഭക്കേസിലും പെണ്ണുകേസിലും പെടുത്തി നശിപ്പിക്കുന്നു എന്ന് പറയുന്ന അശ്ലീല തമാശ കൊണ്ട് നിങ്ങൾക്ക് നേരിടാൻ പറ്റുന്നതിനേക്കാൾ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് താര ടോജോ അലക്സ്. ജനപ്രതിനിധി എന്ന നിലയിൽ രാഹുൽ കരുതൽ പാലിക്കണമായിരുന്നുവെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് A. തങ്കപ്പനും വ്യക്തമാക്കി. കേരളത്തിലെ കോൺഗ്രസിനുണ്ടായ ക്യാൻസറാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് PV അൻവർ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ അർഹനല്ലെന്ന് PK ശ്രീമതിയും പറഞ്ഞു. KPCCയും ഷാഫിയും ഇടപെട്ട് രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കണമെന്നും PK ശശിയെ CPM വെറുതെ വിട്ടില്ലല്ലോ എന്നും അവർ ചോദിച്ചു. ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് പാർട്ടിയിൽ പോലും അതിശക്തമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിച്ചു നിൽക്കുന്നതിൽ പ്രതികരിച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി രംഗത്ത്. ഒറ്റ വരിയുള്ള ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഷാഫി പറമ്പിലിനെതിരെ കൂടിയാണ് ശിവൻകുട്ടിയുടെ പ്രഹരം. പറമ്പിലാണ് മാങ്കൂട്ടം വളരുന്നത് എന്നാണ് ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. വടകര MP ഷാഫി പറമ്പിലിന്റെ പരിപാടിയിൽ പ്രകോപനവുമായി CPM എത്തിയാൽ അതിശക്തമായ പ്രതിരോധം കോൺഗ്രസ് തീർക്കുമെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺ കുമാർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് കലാപമുണ്ടാക്കാനാണ് CPM ശ്രമമെന്നും ആരോപണ വിധേയരായ CPM നേതാക്കളുടെ സുഹൃത്തുക്കളെ ആക്രമിക്കാൻ കോൺഗ്രസ് പോയിട്ടില്ലെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. സുന്ദരിപ്പൂവേ പൂത്തുമ്പികളെ Pulimutil Silks presents Unskippable Onam Collections. Starts at just ₹299. തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPM സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് ഒരു നാടകവും ജനങ്ങളെ വിഡ്ഢികളാക്കാനുള്ള കുതന്ത്രത്തിന്റെ ഭാഗമാണെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിലടച്ച് അവർക്കെതിരെ കേസെടുക്കുകയും പോലീസ് അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തു. ശബരിമലയിൽ കാലാകാലമായി നിലനിന്ന് പോന്നിരുന്ന ആചാരങ്ങളെ ലംഘിക്കാനും അപമാനിക്കാനും സാധ്യമായതെല്ലാം ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് MR അജിത് കുമാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. കോടതി ഉത്തരവ് വസ്തുതകൾ ശരിയായി വിലയിരുത്താതെയാണെന്നാണ് വാദം. സ്വയം അന്വേഷണം നടത്താനുള്ള കാരണങ്ങൾ വസ്തുതാപരമല്ലെന്നും കീഴുദ്യോഗസ്ഥനെ അന്വേഷണത്തിന് നിയോഗിച്ചുവെന്ന വാദം നിലനിൽക്കില്ലെന്നുമാണ് അജിത് കുമാറിന്റെ വാദം. സപ്ലൈകോ ഓണം ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിൽ നിർവഹിക്കും. ഓണത്തിനായി സപ്ലൈകോ 2.5 ലക്ഷത്തോളം ക്വിന്റൽ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിച്ചിട്ടുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ DIG അജിത ബീഗത്തിന് പരാതിയുമായി വനിതാ SIമാർ. മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ അയച്ചുവെന്നാണ് പരാതികളിൽ ആരോപിക്കുന്നത്. തലസ്ഥാനത്തുള്ള ഒരു IPS ഉദ്യോഗസ്ഥനെതിരെയാണ് പരാതി.
തെക്കൻ ജില്ലയിൽ ജില്ലാ പോലീസ് മേധാവിയായിരുന്നപ്പോൾ ഉദ്യോഗസ്ഥൻ സന്ദേശം അയച്ചുവെന്നാണ് പരാതി. വാട്സാപ്പിലൂടെ ദുരുദ്ദേശപരമായ സന്ദേശങ്ങൾ അയച്ചു എന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോപണങ്ങൾ തള്ളി ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ. പത്തനംതിട്ട മുൻ SP ആയിരുന്ന VG വിനോദ് കുമാറിനെതിരെയാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. വിഷയത്തിൽ അന്വേഷണം നടത്തി തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി. CPM-ലെ കത്ത് ചോർച്ച വിവാദത്തിൽ പരാതിക്കാരനായ മുഹമ്മദ് ഷെർഷാദിനെതിരെ നിയമ നടപടിയുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്. ലണ്ടനിലെ മലയാളി രാജേഷ് കൃഷ്ണ തോമസ് ഐസക്കിന്റെ ബിനാമിയാണെന്ന പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് ഷെർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. നോട്ടീസ് ലഭിച്ച് 7 ദിവസത്തിനകം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് തോമസ് ഐസക് അയച്ച വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ ഒരാൾക്കുകൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. വയനാട് തരുവണ സ്വദേശിയായ 30-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെന്നൈയിൽ ജോലി ചെയ്യുന്ന യുവാവ് നീന്തൽക്കുളത്തിൽ കുളിച്ചിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലൂടെ ഇന്ത്യയ്ക്ക് ലഭിച്ചത് 60,000 കോടിയിലധികം രൂപയെന്ന് കണക്ക്. ശീതീകരിച്ച ചെമ്മീനായിരുന്നു കയറ്റുമതിയിലെ പ്രധാന ഇനം. അമേരിക്കയും ചൈനയുമാണ് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ പ്രധാന ഇറക്കുമതിക്കാരെന്ന് സമുദ്രോൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ചെയർമാൻ അറിയിച്ചു. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമയെ കോടതി വിസ്തരിച്ചു. തിരുവനന്തപുരം ACJM കോടതിയിലാണ് നടിയെ വിസ്തരിച്ചത്. ശബരിനാഥിന്റെ മ്യൂസിക് ആൽബത്തിൽ റോമ അഭിനയിച്ചിരുന്നു. ജനങ്ങളിൽ നിന്നും പറ്റിച്ച പണമെടുത്താണ് ശബരിനാഥ് മ്യൂസിക് ആൽബം നിർമ്മിച്ചത്. അഭിനയിച്ചതിനപ്പുറത്തേക്ക് ഈ കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് നടി കോടതിയിൽ മൊഴി നൽകി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. നാളെ ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ബുധനാഴ്ച എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട്. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE-യുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ജമ്മു കാശ്മീരിൽ ശക്തമായ മഴയെ തുടർന്ന് പലയിടത്തും പ്രളയസമാന സാഹചര്യമാണ്. കത്വയിൽ മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഗഗൻയാൻ ദൌത്യത്തിന് മുന്നോടിയായുള്ള ഇസ്രോയുടെ നിർണായക ഇന്റഗ്രേറ്റഡ് എയർ ഡ്രോപ്പ് ടെസ്റ്റ് പൂർത്തിയായി. ഇന്നലെ രാവിലെ ശ്രീഹരിക്കോട്ടയിൽ വച്ചായിരുന്നു ISROയുടെ പരീക്ഷണം. ചീനൂക്ക് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് ഗഗൻയാൻ ക്രൂ മൊഡ്യൂളിനെ 4 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ടു. പേടകം കടലിൽ വിജയകരമായി ഇറങ്ങി. പാരച്യൂട്ടുകളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്താനാണ് ഈ പരീക്ഷണം ISRO നടത്തിയത്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വലിയ നേട്ടങ്ങൾ കൈവരിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ ഇന്ന് ഭരണനിർവഹണത്തിലും പ്രധാന പങ്ക് വഹിക്കുന്നുവെന്ന് മോദി ചൂണ്ടിക്കാട്ടി. ലോകമുറ്റുനോക്കുന്ന വലിയ നേട്ടങ്ങളാണ് ബഹിരാകാശ മേഖലയിൽ ഇന്ന് രാജ്യം കൈവരിക്കുന്നതെന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. ദില്ലി ഭാരത് മണ്ഡപത്തിൽ നടന്ന 2ാമത് ദേശീയ ബഹിരാകാശ ദിനാഘോഷ പരിപാടിയിൽ വെർച്വലായി സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ED അറസ്റ്റിലായ കർണാടക കോൺഗ്രസ് MLA വിദേശത്തേക്ക് കള്ളപ്പണം കടത്തിയെന്ന് കണ്ടെത്തൽ. KC വീരേന്ദ്ര പപ്പി ഫെമ ചട്ടം ലംഘിച്ചെന്നാണ് എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. MLAക്ക് ഗോവയിലും സിക്കിമിലും ചൂതാട്ട കേന്ദ്രങ്ങളുണ്ടെന്നും അനധികൃത ബെറ്റിംഗ് ആപ്പുകൾ നിയന്ത്രിച്ചിരുന്നത് ദുബായിൽ നിന്നാണെന്നും ED പറയുന്നു. കിഴക്കൻ ലഡാക്കിലെ ന്യോമയിൽ പുതുതായി നിർമ്മിച്ച മുദ് അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൌണ്ട് ഈ വർഷം ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ചൈനീസ് അതിർത്തിയിൽ നിന്ന് 30 കിലോമീറ്ററും ലേയിൽ നിന്ന് 200 കിലോമീറ്ററും അകലെ സമുദ്രനിരപ്പിൽ നിന്ന് 13,700 അടി ഉയരത്തിലാണ് ന്യോമ വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. റെസ്റ്റോറന്റുകൾ ഉപഭോക്താക്കളിൽ നിന്ന് സർവീസ് ചാർജ് ഈടാക്കുന്നതിനെതിരെ ചോദ്യങ്ങളുമായി ഡൽഹി ഹൈക്കോടതി.
റെസ്റ്റോറന്റുകളിലെ ആകർഷകമായ അന്തരീക്ഷത്തിനും സൌകര്യങ്ങൾക്കും വേണ്ടിയാണ് തങ്ങൾ ഉയർന്ന വില ഈടാക്കുന്നതെന്ന് പറയുന്ന റെസ്റ്റോറന്റ് അസോസിയേഷനുകളോടാണ് കോടതി ഈ ചോദ്യം ഉന്നയിച്ചത്. ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്ര കുമാർ ഉപാധ്യായ, ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ വിഷയം ഉന്നയിച്ചത്. സിംഗിൾ ജഡ്ജി പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ച ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷനുകളുടെ അഭിഭാഷകരോടാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത്. ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ട് വൻ വെളിപ്പെടുത്തലെന്ന നിലയിൽ ചിന്നയ്യ നടത്തിയ മൊഴിയിലെ വൈരുദ്ധ്യം അയാൾക്ക് തന്നെ കുരുക്കായി. തന്റെ മൊഴികൾക്ക് ആധാരമായി ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി പുരുഷന്റേതെന്ന കണ്ടെത്തലും ഗുരുതരമായി. ഈ തലയോട്ടി ബലാത്സംഗത്തിനിരയായ സ്ത്രീയുടേതെന്നായിരുന്നു ചിന്നയ്യയുടെ മൊഴി. എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ഇത് അങ്ങനെയല്ലെന്ന് വ്യക്തമായി. വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തലയോട്ടി താൻ മറ്റൊരിടത്തു നിന്ന് സംഘടിപ്പിച്ചതാണെന്ന് ചിന്നയ്യ തന്നെ സമ്മതിച്ചു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ 30 ദിവസത്തേക്ക് ജയിലിൽ കഴിയുകയാണെങ്കിൽ അവർക്ക് പദവി നഷ്ടമാകുന്ന പുതിയ ബില്ലിൽ സംയുക്ത പാർലമെന്ററി സമിതിയുമായി സഹകരിക്കുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത. JPC നടപടികളോട് സഹകരിക്കില്ലെന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും നിലപാടെടുത്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. DRDO വികസിപ്പിച്ച ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തിയത്. സ്വന്തം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് ഷീൽഡ് സൃഷ്ടിക്കുന്നതിൽ നിർണായക ചുവടുവയ്പാണിതെന്ന് DRDO ചെയർമാനും പ്രതിരോധ ഗവേഷണ വികസന സെക്രട്ടറിയുമായ ഡോക്ടർ സമീർ V. കാമത്ത് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനം ജപ്പാൻ സന്ദർശിക്കും. ഓഗസ്റ്റ് 29-നും 30-നും നടക്കുന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഇഷിബ പ്രധാനമന്ത്രി ആയതിനുശേഷം മോദിയുമായി വേദി പങ്കിടുന്ന ആദ്യ ഉച്ചകോടിയുമാണ് ഇത്. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, സമ്പദ്വ്യവസ്ഥ, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടക്കും. മഹാരാഷ്ട്രയിൽ ഉടനീളമുള്ള പ്രധാന ടോൾ പ്ലാസകളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ടോൾ ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട് മഹാരാഷ്ട്ര സർക്കാർ തീരുമാനമെടുത്തു. അടൽ സേതു, പുനെ എക്സ്പ്രസ് വേ, സമൃദ്ധി മഹാമാർഗ് എന്നിവിടങ്ങളിൽ ഇലക്ട്രിക് 4 വീലർ പാസഞ്ചർ വാഹനങ്ങൾക്കും ബസ്സുകൾക്കും ടോൾ ഫ്രീ യാത്ര അനുവദിക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. അനധികൃത സ്വർണ്ണ ഖനനത്തിലൂടെയും കള്ളക്കടത്തിലൂടെയും ആഗോള ഖനന മാഫിയയായി ചൈനീസ് ഗ്രൂപ്പുകൾ വളരുന്നതായി റിപ്പോർട്ട്. 15ഓളം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ഇതിനെതിരെ പരാതിയുമായി രംഗത്തെത്തി. ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ പരമ്പരാഗത ഖനന രീതികളെ വൻകിട ബിസിനസ്സുകളാക്കി മാറ്റുന്ന ചൈനീസ് സിൻഡിക്കേറ്റുകൾ അഴിമതി, പരിസ്ഥിതി നാശം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേലിന്റെ ബോംബ് വർഷം. ഹൂതികളെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ പ്രസിഡന്റിന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സൈനിക താവളം, 2 പവർ സ്റ്റേഷനുകൾ, ഒരു ഇന്ധന ഡിപ്പോ എന്നിവ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ഇസ്രായേലിലേക്ക് ഹൂതികൾ നിരന്തരമായി നടത്തുന്ന ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചു. അമേരിക്കയുമായുള്ള നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവാത്തതാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. യുഎസിനെ അനുസരിക്കാനുള്ള സമ്മർദ്ദത്തിന് ഇറാൻ ഒരിക്കലും വഴങ്ങില്ലെന്നും നേരിട്ടുള്ള ചർച്ചയ്ക്കായി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയുടെ ആഴത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതാണെന്നും ഖമേനി പറഞ്ഞു. ലണ്ടനിലെ ഇന്ത്യൻ റെസ്റ്റോറന്റിന് തീവച്ചു. ഇൽഫോർഡിലെ ഇന്ത്യൻ അരോമ റെസ്റ്റോറന്റിനാണ് തീവച്ചത്. ആക്രമണത്തിൽ 5 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് മെട്രോപൊളിറ്റൻ പോലീസ് 15 വയസ്സുകാരനെയും 54 വയസ്സുകാരനെയും പിടികൂടി. ഫ്ലോറിഡ ഹൈവേയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണക്കാരനായ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർക്ക് കോടതി ജാമ്യം നിഷേധിച്ചു. ഓഗസ്റ്റ് 12-ന് ഫോർട്ട് പിയേഴ്സിൽ അപകടത്തിന് കാരണമായ ട്രാഫിക് നിയമം തെറ്റിച്ച് യു ടേൺ എടുത്ത സംഭവത്തിലാണ് 28-കാരനായ ഹർജീന്ദർ സിംഗിന് ജാമ്യം നിഷേധിച്ചത്. അമേരിക്ക ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തിയത് യുക്രൈനെതിരായ യുദ്ധവും ആക്രമണവും നിർത്താൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നതിനാണെന്ന വിചിത്രവാദവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. റഷ്യ എണ്ണ വിറ്റ് സമ്പന്നരാകുന്നത് തടയാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിട്ടതെന്ന് പറഞ്ഞ അദ്ദേഹം, പക്ഷേ റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ താരിഫ് വർദ്ധിപ്പിക്കാത്തതിൽ ഒന്നും പ്രതികരിച്ചില്ല.
ഏറ്റവും ലാഭത്തിൽ എണ്ണ ലഭിക്കുന്നിടത്ത് നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത് തുടരുമെന്ന് അമേരിക്കയ്ക്ക് ചുട്ട മറുപടി നൽകി റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ. US താരിഫ് വർധനയ്ക്കിടയിൽ ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ നടപടികൾ തുടരുമെന്നും അദ്ദേഹം ഒരു റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അമേരിക്ക ഇന്ത്യയ്ക്കുമേലുള്ള താരിഫ് വർദ്ധിപ്പിച്ച നടപടിയെ അന്യായവും യുക്തിരഹിതവും നീതീകരിക്കാനാവാത്തതുമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. US മിസൈലുകൾ റഷ്യയ്ക്കെതിരെ ഉപയോഗിക്കുന്നതിൽ നിന്ന് യുക്രൈനെ പെന്റഗൺ തടയുന്നതായി റിപ്പോർട്ട്. യുക്രൈനിന് നൽകിയ ദീർഘദൂര ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് റഷ്യയ്ക്കകത്തുള്ള സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നതിനാണ് US രഹസ്യമായി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യൻ ആക്രമണങ്ങളെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും യുക്രൈൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത് തടസ്സമാകുന്നു എന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.